പാലിയക്കരയിലെ ടോൾ പിരിക്കുന്നത് നാളെ വരെ തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ടോൾ പിരിക്കുന്നത് തടഞ്ഞ ഉത്തരവ് നാളെ വരെ നീട്ടി. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ ഹൈക്കോടതി തിങ്കളാഴ്ച തീരുമാനമെടുക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം NHAക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഇന്ന് കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ? അതായത് ഇന്ന് കളക്ടറും ഈ മോണിറ്ററിംഗ് സമിതിയും സമർപ്പിച്ച റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. പ്രാഥമികമായി അതിൽ പറയുന്നത് പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കോടതി പരിഗണിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഹർജിക്കാരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, അവിടെ ഗതാഗത കുരുക്ക് ഇനിയും തുടരും, മഴയുൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നാൽ വെള്ളക്കെട്ട് രൂപപ്പെടും, കട്ടറുകൾ റോഡിൻ്റെ സർവീസ് റോഡുകളുടെ കട്ടറുകൾ പൂർണ്ണമായി മാറ്റിയിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതിയുടെ കൈവശം ഇരിക്കുന്ന റിപ്പോർട്ട്, ജില്ലാ കളക്ടറും ഈ ട്രാഫിക് മോണിറ്ററിംഗ് സമിതിയും സമർപ്പിച്ച റിപ്പോർട്ട് കോടതി വിശദമായൊന്ന് വായിക്കട്ടെ, പഠിക്കട്ടെ, അതിനുശേഷം നാളെ കേസ് വീണ്ടും കേൾക്കാം. അതുകൊണ്ട് നാളെ വരെ ഈ വിലക്ക് നീട്ടിയിരിക്കുന്നതാണ് കോടതി പറഞ്ഞത്. ഒപ്പം തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും കേട്ടതിന് ശേഷം ഈ ഹർജിയിന്മേൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുമെന്നും ജസ്റ്റിസ് TR രവി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കോടതി പ്രാഥമികമായി മാത്രം പരിശോധിക്കുകയാണ് ഇന്നുണ്ടായത്. പക്ഷേ ഹർജിക്കാർ ഈ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിന് അനുകൂലമായി നിലപാടെടുത്തില്ല. അവർ ശക്തമായി ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിന് എതിർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തീർപ്പിലേക്ക് പോകാൻ ഇന്ന് കോടതിക്ക് സാധിച്ചില്ല. കാരണം കോടതിയുടെ കൈവശമുള്ള റിപ്പോർട്ട് പൂർണ്ണമായി കോടതിക്ക് പഠിക്കേണ്ടതുണ്ട്. പഠിച്ചതിന് ശേഷം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നാളെ ഒരു തീരുമാനം പറയാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ വരെ ടോൾ പിരിവ് കോടതി തടഞ്ഞ നടപടി നീട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിങ്കളാഴ്ച ഹർജി വീണ്ടും കേട്ടതിന് ശേഷം വിശദമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സാലി, ഏതായാലും ഈ വളരെ കൃത്യമായി തന്നെ NHAയുടെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചകളെ സംബന്ധിച്ച് ബോധ്യപ്പെടാൻ ഒരവസരമായിരുന്നു ഇക്കാര്യത്തിൽ ഈ കോടതിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഈ ആദ്യ ദിവസങ്ങളിൽ ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കൂ, ഗതാഗത കുരുക്ക് പരിഹരിക്കൂ, അതിനുശേഷം ആകാം ടോൾ പിരിവ്. അതിൽ കൃത്യമായ ഒരു മൗനം പുലർത്തേണ്ടി വന്നു NHA അടക്കമുള്ളവർക്ക്. അത് കൃത്യമായി ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നു. ഇനി തിങ്കളാഴ്ച ആണ് കൃത്യമായി ഈ ടോൾ പിരിവ് തുടരുന്നതുമായി ബന്ധപ്പെട്ട അടിയന്തര തീരുമാനം തിങ്കളാഴ്ച വരും. അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് നാളെ കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ കോടതി ഈ കളക്ടറിൻ്റെയും ട്രാഫിക് മോണിറ്ററിംഗ് സമിതിയുടെയും റിപ്പോർട്ട് കോടതി വിശദമായി പരിശോധിക്കും. ഇപ്പോൾ പ്രാഥമികമായി പരിശോധിക്കാൻ മാത്രമേ കോടതിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ ഹർജിക്കാർ എതിർത്തതുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കോടതി തയ്യാറായില്ല. കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നൊരു തീരുമാനത്തിലേക്ക് പോയില്ല. ഇന്ന് കോടതി അത് പരിശോധിച്ചതിന് ശേഷം നാളെ ഹർജി വീണ്ടും കേൾക്കുമ്പോൾ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വിശദമായി പരിശോധിച്ചിട്ട് കോടതി ഒരു തീരുമാനം പറയും. അപ്പോൾ നാളെ അറിയാം ഈ ടോൾ പിരിവ് സംബന്ധിച്ച് തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ടോൾ പിരിവ് മാത്രമല്ല ഈ ഹർജിക്കാരുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഗതാഗത യോഗ്യമാക്കുന്നതിന് താമസം നേരിടുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു അടക്കം ഒട്ടേറെ ആരോപണങ്ങൾ ഈ ഹർജിയിലുണ്ട്. അതെല്ലാം സമഗ്രമായി പരിശോധിച്ച് ഒരു തീർപ്പിലേക്ക് തിങ്കളാഴ്ച പോകാമെന്നാണ് കോടതി പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനും വളരെ രൂക്ഷമായ വിമർശനം ഈ കേസിൽ കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നതാണ്. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിൽ കേൾക്കേണ്ടി വന്നതാണ്. അതിനെ തുടർന്ന് കുറച്ചുകൂടി നിർമ്മാണത്തിൽ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് കളക്ടർ നൽകിയ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല, പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി പരിശോധിച്ചിട്ട് ഈ റിപ്പോർട്ട് പോരാ, എന്താണ് യഥാർത്ഥ നില എന്ന് കോടതി അറിയിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വിശദമായി തന്നെ റിപ്പോർട്ട് കളക്ടറും ട്രാഫിക് മോണിറ്ററിംഗ് സമിതിയും സമർപ്പിച്ചു. അത് പക്ഷേ കോടതിക്ക് പൂർണ്ണമായി വായിക്കാനോ പരിശോധിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ന് ഒരു തീർപ്പിലേക്ക് പോകാൻ കഴിയാതെ വന്നത്. ഈ കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നുള്ളത് നാളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിർണായകമായി വരും. ഏതായാലും നാളെ ഒരു പ്രാഥമികമായൊരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്ന് പരിശോധിച്ചിട്ട് നാളെ ഒരു തീർപ്പ് പറയും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിശാലമായ മറ്റു അനവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കൊക്കെ മെറിറ്റിലേക്ക് തിങ്കളാഴ്ചയെ കോടതി കടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ടോളാണ് വിഷയം. ആ ടോള് ഇപ്പോൾ തുടരണ്ട എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ടോൾ പിരിവിനുള്ള വിലക്ക് തുടരും, ഹൈക്കോടതി നാളെ വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സാലി മുഹമ്മദ് പങ്കുവച്ചത്.